പശ്ചിമബംഗാളിൽ അധികാരമേറ്റ ബി.ജെ.പി. സർക്കാർ തങ്ങളുടെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ന്യൂനപക്ഷ കാര്യങ്ങൾക്കും മദ്രസ വിദ്യാഭ്യാസ വകുപ്പിനും അനുവദിച്ച തുകയിൽ വലിയ കുറവ് വരുത്തിയത് സംസ്ഥാനത്തെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ധനമന്ത്രി സ്വപൻ ദാസ് ഗുപ്ത അവതരിപ്പിച്ച 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ ഈ വകുപ്പിനായി 2165.4 കോടി രൂപ മാത്രമാണ് നീക്കിവച്ചത്. മുൻപ് തൃണമൂൽ കോൺഗ്രസ് സർക്കാർ ഇടക്കാല ബജറ്റിൽ ഈ വകുപ്പിനായി 5713 കോടി രൂപ അനുവദിച്ചിരുന്ന സ്ഥാനത്താണ് ഈ വലിയ വെട്ടിക്കുറയ്ക്കൽ ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 60% വരുന്ന ഈ കുറവ് സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ, സ്കോളർഷിപ്പ്, നൈപുണ്യ വികസന പരിപാടികളെ സാരമായി ബാധിക്കുമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളും നിരീക്ഷകരും ആശങ്കപ്പെടുന്നത്. എന്നാൽ ഈ തീരുമാനത്തെ ഒരു നയപരമായ മാറ്റമായിട്ടാണ് ബി.ജെ.പി. സർക്കാർ വിശേഷിപ്പിക്കുന്നത്. മതപരമായ അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികൾ അവസാനിപ്പിക്കാനും പകരം സാംസ്കാരിക പൈതൃകത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും മുൻഗണന നൽകാനുള്ള സർക്കാരിന്റെ ദീർഘകാല കാഴ്ചപ്പാടാണ് ബജറ്റിലൂടെ വെളിവാകുന്നത് എന്നാണ് ഭരണപക്ഷത്തിന്റെ വാദം. ഉത്തർപ്രദേശിലടക്കം നടപ്പിലാക്കിയ രീതിയിൽ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കർശനമായി നിരീക്ഷിക്കാനുള്ള നീക്കങ്ങളും ഇതിന്റെ ഭാഗമായി വിലയിരുത്തുകയാണ്. വടക്കൻ ബംഗാളിന്റെ വികസനത്തിനായി ബജറ്റിൽ കൂടുതൽ തുക വകയിരുത്തിയത് ഈ പ്രദേശങ്ങളിലെ നിക്ഷേപം വർദ്ധിപ്പിക്കാനുള്ള തന്ത്രപരമായ നീക്കമായിട്ടാണ് കാണുന്നത്. എന്നാൽ ഈ തീരുമാനം രാഷ്ട്രീയമായി വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യം ഉയർത്തുമ്പോഴും ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ സഹായം വെട്ടിക്കുറച്ചത് ഒരു പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചു. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഒരു സമൂഹത്തെ ഈ നടപടി കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമുള്ള സഹായം കുറയുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അധ്യാപകരും ചൂണ്ടിക്കാട്ടുന്നു. സർക്കാരിന്റെ ഈ നീക്കം കേവലം സാമ്പത്തിക അച്ചടക്കത്തിന്റെ ഭാഗമാണോ അതോ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണോ എന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടും. എന്തായാലും ബി.ജെ.പി. സർക്കാരിന്റെ ആദ്യ ബജറ്റ് ബംഗാളിന്റെ സാമൂഹിക രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത് എന്നത് വ്യക്തമാണ്.